ദിവസങ്ങൾ നീണ്ടുനിന്ന ധർമ്മസന്ദേശ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസിയായ സ്വാമി വേദാമൃതാനന്ദപുരി ചേരുന്നുണ്ട്. സ്വാമി, ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പങ്ക് എന്തൊക്കെയാണ്? ശരിക്കും ഇതിൻ്റെ തുടക്കം മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് അമൃതാനന്ദമയി അമ്മയാണ് നിശ്ചയിച്ചത്. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ എല്ലാ മുതിർന്ന സന്യാസിമാരും അമ്മയെ പോയി കണ്ട് അമ്മയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങിയതിന് ശേഷമാണ് ഈ ധർമ്മ സന്ദേശയാത്ര ആരംഭിച്ചത് തന്നെ. അതിനുശേഷവും പിന്നീടുള്ള അതിനെപ്പറ്റിയുള്ള കാര്യക്രമങ്ങളൊക്കെ അമ്മയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ സന്ദേശയാത്ര തന്നെ നമ്മൾ കൊല്ലത്ത് അമൃതപുരിയിൽ ഒരു ഗംഭീര സ്വീകരണമായിരുന്നു എല്ലാ സന്യാസിമാർക്കുമായിട്ട് ഒരുക്കിയിരുന്നത്. അതുപോലെ ഈ ഒരു ധർമ്മ സന്ദേശയാത്രയുടെ പ്രാധാന്യം നമ്മുടെ കേരള സമൂഹത്തിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സാധാരണഗതിയിൽ എല്ലാ സമ്പ്രദായങ്ങളിലും പെട്ട സന്യാസിമാർ ഒന്നിച്ചു കൂടാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. കേരളത്തിലെ എല്ലാ 25ഓളം വരുന്ന 26ഓളം വരുന്ന സന്യാസി സമ്പ്രദായങ്ങളിലെ ആചാര്യന്മാരും സന്യാസിമാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് അതും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുതിരോളിയിലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രത്തിൽ നിന്നാണ് ഫസ്റ്റ് എൻ്റെ ഭദ്രദീപ പ്രകാശനം. അത് തന്നെ ഒരു മെസ്സേജാണ്. ഗുരുദേവൻ്റെ സാന്നിധ്യം, ഗുരുദേവൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, ആചാര്യ ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാം ഞങ്ങൾക്ക് ഈ 14 ദിവസങ്ങളിലും 14 ജില്ലകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വളരെ അനുഭവമാണ്. എവിടെയും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രകൃതി പോലും നമ്മളോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇവിടെ അനുഗ്രഹത്തെയാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അമ്മ കഴിഞ്ഞ ദിവസവും അമ്മ തീരുന്ന ദിവസത്തെപ്പറ്റി അന്വേഷിച്ചു. ആശ്രമ അന്തേവാസികളുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. കൊല്ലത്തായിക്കോട്ടെ, ഇനി തിരുവനന്തപുരത്ത് വരുമ്പോഴും അമൃതപുരിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. വലിയൊരു അനുഗ്രഹം, എല്ലാ തരത്തിലുമുള്ള അമ്മയുടെ അനുഗ്രഹമുണ്ട്. ഹൈന്ദവ ആചാരങ്ങളെപ്പറ്റിയും സനാതന ധർമ്മത്തെപ്പറ്റിയുമൊക്കെ ഒരു അജ്ഞത സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ധർമ്മ സന്ദേശ യാത്രയുമായി മുന്നോട്ട് വരുന്നത് സന്യാസി സമൂഹം. എന്തെല്ലാം ലക്ഷ്യങ്ങളായിരുന്നു ഈ യാത്രയ്ക്കുണ്ടായിരുന്നത്? യാത്രയ്ക്ക് പ്രധാനമായിട്ട് നമ്മുടെ സനാതന ധർമ്മ വിശ്വാസികൾ കേരളത്തിൽ തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അവൻ്റെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിലായിക്കോട്ടെ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ശബരിമല മുതലുള്ള പുതിയ ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ആത്മീയത നഷ്ടപ്പെടുന്നുണ്ട്, ഹിന്ദു കുടുംബങ്ങളിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ ആത്മീയത നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ അംഗസംഖ്യ കുറയുന്നുണ്ട് തീർച്ചയായിട്ടും. മറ്റൊരു ഭാഗത്ത് ചില ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ അവർ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് 1-2 കുട്ടികൾ അങ്ങനെയല്ലല്ലോ. അതൊരു ഹിന്ദുവിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ലല്ലോ, എല്ലാവരും ഒരുപോലെ പാലിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഹിന്ദു കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറയുന്നു. അതിനെപ്പറ്റി ഒരു ജാഗ്രത നമ്മൾ സന്ദേശം കൊടുക്കുന്നുണ്ട്. പിന്നീട് മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും കുടുംബങ്ങളിലും ആത്മീയത വന്നു കഴിഞ്ഞാൽ തന്നെ ഈ മദ്യത്തിലും മയക്കുമരുന്നിലും ഉൾപ്പെട്ടു പോകുന്നത് പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ അതിനെതിരായിട്ട് കുടുംബങ്ങളിലേക്കും എല്ലാ മാതാപിതാക്കളും ഇതൊരു വ്രതമെടുത്തുകൊണ്ട് ഈ സന്ദേശയാത്രയിൽ എല്ലാ സ്ഥലങ്ങളിലും 2 പ്രോഗ്രാമാണ്. രാവിലെ നേതൃസമ്മേളനം, വൈകിട്ട് പൊതുസമ്മേളനം. അവിടെയൊക്കെ തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ പ്രതിജ്ഞയിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളെ കൂടി ഏകീകരിച്ചുകൊണ്ടാണ് പ്രതിജ്ഞയുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു കേരളത്തിലൊരു മാറ്റം അനിവാര്യമാണ്. കാരണം മൂല്യങ്ങളെ തിരിച്ചു പിടിക്കണം. ഇത് തന്നെ ഇപ്പോൾ കേരള തനിമയിലേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കേരളത്തിന് ഒരുപാട് മൂല്യങ്ങളുണ്ട്. കേരളം ഭാരതത്തിൽ നിന്ന് വേറിട്ട് ഒരു പ്രത്യേക സംസ്ഥാനമാണ്, നവോത്ഥാന കേന്ദ്രം, അങ്ങനെയല്ല. കേരളം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെയാണ്. അപ്പോൾ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴ കേരളത്തിലാണ്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും കേരളത്തിൻ്റെ ഒരു തനതായ സംസ്കാരങ്ങളും മൂല്യങ്ങളും ആചാരങ്ങളും പ്രകൃതി സംരക്ഷണം ആയിക്കോട്ടെ, ഭക്ഷണ സംസ്കാരം പോലും ഇന്നില്ല. അപ്പോൾ ഭക്ഷണം പോലും നമ്മൾക്ക് കഴിക്കേണ്ടത് എന്താണെന്ന് നിശ്ചയിക്കുന്ന മറ്റു പലരാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾ രോഗികളാവുന്നു. കുടുംബങ്ങളിൽ തന്നെ ഈ അനുഷ്ഠാനങ്ങളില്ലാതെ വരുമ്പോൾ അതും ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെടുന്നു.
കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ സന്ദേശങ്ങളാണ് ഈ ജാഥയിലുടനീളം കൊടുത്തിട്ടുള്ളത്. അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഈ കുടുംബങ്ങളിലെ മൂല്യ തകർച്ച സ്വാമി ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ ധർമ്മ സന്ദേശയാത്ര എല്ലാ ജില്ലകളിലൂടെയും കടന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ മറ്റെന്തെല്ലാം രീതിയിൽ നമുക്ക് ഈ സമൂഹത്തിലേക്ക് ഹൈന്ദവ ആചാരങ്ങളുടെയും ധർമ്മങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകാൻ സാധിക്കും? നമ്മൾ കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുടുംബങ്ങൾ നന്നായാൽ സമാജം നന്നാവും. അപ്പോൾ ഇത് ഒരു വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു വ്യക്തികൾ നന്നാകുന്നതോടെ തന്നെ ഒരു കുടുംബം നന്നായി, സമാജം നന്നായി. അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ഇതിനുള്ള ഉത്ബോധനം എന്ന് പറയുന്നത് അനുഷ്ഠാനം തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് ഇവിടെ വലിയൊരു വിവാദമായിരുന്നു സ്കൂളുകളിൽ അധ്യാപകരെ പൂജിക്കുന്നു, ഗുരുപൂജ എന്ന് പറയുന്നത്. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ കാല് തൊട്ട് വന്നെങ്കിൽ ഗുരുക്കന്മാരെ പാദം തൊടുക, ഇതൊരു അനാചാരമായിട്ടാണ് പലരും ഈ അടുത്ത കാലത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ശരിക്കും ഇത് പരമ്പരാഗതമായ ഒരു ഗുരു ഭക്തിയുടെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ, അച്ഛനമ്മമാരെ കാല് തൊട്ട് വന്ദിക്കുക എന്നുള്ളത് അതൊരു അനാചാരമോ നവോത്ഥാനത്തിനെതിരായിട്ടുള്ള സംഗതിയൊന്നുമല്ല. അപ്പോൾ ഇതിൽ നമുക്കുണ്ടാകും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആത്മീയത, ഭക്തി, ആചരണങ്ങൾ. ഇപ്പോൾ പഞ്ചയജ്ഞങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്, ഹിന്ദു മതത്തിലുള്ളതാണ്. ഇതെന്താണ് സംഭവം എന്ന് നമ്മുടെ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ എന്താ പ്രാർത്ഥന എന്ന് പറയില്ല. ഇപ്പോൾ ഒരു ഗുരുദേവനെ പറ്റി പറഞ്ഞാലും എത്ര പേർക്ക് ദൈവദേശകൻ ചൊല്ലാൻ കഴിയും? ഇപ്പോൾ പുതിയ തലമുറ കുട്ടികളോടും ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും ദൈവദേശകൻ? അപ്പോൾ അത്രയും അജ്ഞതയിലാണ് നമ്മളുള്ളത്, ഒരു അനുഷ്ഠാനവും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടത് നമ്മൾ തന്നെ കുടുംബങ്ങളിൽ തന്നെ ആത്മീയത ഉണ്ടാകണം. അതിനാണ് എല്ലാ സന്യാസിമാരും ആചാര്യന്മാരും ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മാർഗദർശനം കൊണ്ടല്ലേ ഇതിനോട് തീരുകയില്ല, ഒരു പുതിയ പ്രവർത്തന പന്താവ് വെട്ടിത്തെളിക്കണം പുതിയതായിട്ട്. അപ്പോൾ നമ്മളിനി കുടുംബങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ ഈ സന്ദേശം എത്തിക്കാനുള്ള പരിശ്രമം എല്ലാ സന്യാസിമാരും, അത് ഒരു പ്രത്യേക സമ്പ്രദായമൊന്നുമില്ല, ഒരു പ്രത്യേക എല്ലാവരും ഉണ്ട്. നമുക്കറിയാമല്ലോ, ഇതിലെല്ലാവരും തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള വലിയൊരു ആത്മീയ മുന്നേറ്റമാണ് ഈ ധർമ്മ സന്ദേശം കൊണ്ട് കേരളത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമസ്കാരം. അതുതന്നെയാണ് പറയാനുള്ളത്. കേരള തനിമയിലേക്ക് എന്ന സന്ദേശം ഉയർത്തിയുള്ള ഈ ഒരു ധർമ്മ സന്ദേശയാത്ര, നൂറുകണക്കിന് സന്യാസിമാർ അണിനിരന്ന ഈ ഒരു ധർമ്മ സന്ദേശയാത്ര ഇന്ന് അനന്തപുരിയുടെ മണ്ണിൽ സമാപിക്കുകയാണ്. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.